ജനിച്ച് വളർന്ന എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആരും അടുത്ത റിലേറ്റീവ്സ് അബ്രോഡ് പോകുന്നതിൻ്റെ ഒരുക്കങ്ങളോ അല്ലെങ്കിൽ അവർ പോകുന്നതിൻ്റെ ആ വിഷമങ്ങളോ അതൊന്നും ഞാനിങ്ങനെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഈ ഫാമിലിയിൽ മിക്കവരും പുറത്താണ്. സോ അപ്പോൾ അവർ ഇടയ്ക്ക് ലീവിന് വരുമ്പോൾ അവരുടെ കൂടെയുള്ള മൊമെൻറ്റ്സ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹാപ്പിയാണ് ഇത്ര നല്ല ഫാമിലി മെമ്പേഴ്സിനെ കിട്ടിയതിൽ. സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ അങ്കിളും അതുപോലെ തന്നെ ഞങ്ങളുടെ അനിയനും വന്നിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഒരു ഡേയിലെ മൊമെൻറ്റ്സാണിത്. ആക്ച്വലി ഞങ്ങൾ വളരെ ഫണ്ണായിട്ട് ഇരുന്ന ഒരു ഡേ ആയിരുന്നു അന്നത്തേത്. പിന്നീട് ഹാവിങ് പോണ ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായെങ്കിലും ആ പോകുന്നതിനുള്ള തൊട്ട് മുന്നേയുള്ള ദിവസം ആ രാത്രി വെളുപ്പാങ്കാലം എല്ലാം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ആ മൊമെൻറ്റ്സ് എല്ലാം എനിക്ക് ഇനിയും മുന്നോട്ടുള്ള വർഷങ്ങൾ കാണണമെന്നുണ്ട്. സോ അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ഞാനിവിടെ ഷെയർ ചെയ്ത് വെക്കാണ്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റായി മാറിയ 2 പേരാണ് എൻ്റെ ടെൻസാപ്പയും ബിബിയും. സോ അപ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള അവരെന്നും ഓർത്തിരിക്കുന്ന ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് അവർ വന്ന ആ ഒരു 2 മാസം കൊണ്ട് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ആയിരുന്നു. ആ മൊമെൻറ്റ്സിൻ്റെ ഒരു സ്റ്റോറി ബുക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തായിരുന്നു. സോ അപ്പോൾ അത് ഞങ്ങൾ അന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. ടെൻസാപ്പയുടെയും ഒക്കെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയിട്ടായിരുന്നു മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഹോൾ ഫാമിലി കൂടിയിട്ടുള്ള ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള നൈറ്റായിരുന്നു അത്. മെമ്മറീസ് 2 മാസം കൊണ്ട് എന്തോരം കാര്യങ്ങൾ നടന്നല്ലേ. എന്റെ പുറകില് വായിച്ചോക്ക്. ചേട്ടൻ അനിയനുണ്ട് എഴുതിയതാ. രണ്ടാർക്കും ഭയങ്കര സന്തോഷമുള്ള ഫോട്ടോ അല്ലേ. ഈ പാട്ടോ നല്ല പാട്ടല്ലേ. കൊണ്ടുപോകും ടെൻസാപ്പ് കൊണ്ടുപോകും ബിബിയോ. നിങ്ങളെല്ലാവരും കസിൻസ് ഉണ്ട്. കസിൻസ് എന്ന് പറഞ്ഞാല് അവര് ഫാമിലിയാണ്, ഫ്രണ്ട്സുമാണ്. അതാണ് കസിൻസിന്റെ പ്രത്യേകത.
കസിൻസ് ആർ ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൽ ഫ്ലവേഴ്സ് ഫ്രം ദി സെയിം ഗാർഡൻ. ഞാൻ അവരുടെ കസിൻ അല്ലെങ്കിലും ഐ ആം പാർട്ട് ഓഫ് ദം നൗ. സോ അപ്പോൾ നമ്മളുടെ അന്നത്തെ ഒരു നൈറ്റ് കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി രാവിലെ ഞങ്ങൾ പാക്കിങ് ബാക്കി റീസ്റ്റാർട്ട് ചെയ്തു. പലതരം അച്ചാറുകൾ, ഉപ്പുമാങ്ങ, അങ്ങനെ ഒരുപാട് നമ്മൾ പാക്ക് ചെയ്തു. ഹാവിൻ നമ്മൾ കൊടുത്ത ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുപോയി ഒറ്റ ദിവസം കൊണ്ട്. അങ്ങനെ ഹാവിൻ തിരിച്ച് കാനഡയിലേക്ക് പോയി. അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു മാൻ.